അനീഷനോ സ്റ്റെഫൻ ആദ്യ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയെന്ന് വിശദാംശങ്ങൾ പറയുന്നു. മോത്തി ഈ നടപടിക്രമങ്ങൾ താലൂക്ക് ആശുപത്രിയിലെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ആദ്യം മൃതദേഹം ഇറക്കിയിട്ടുണ്ട്. ആരുടേതാണ് എന്ന് അറിയില്ല. എങ്കിലും ബന്ധുക്കളും അതോടൊപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അവരൊക്കെ കണ്ണീരോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യത്തെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഏതായാലും രണ്ടാമത്തെ മൃതദേഹവും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആശുപത്രിക്ക് പ്രധാന കവാടത്തിൻ്റെ ആ ഭാഗത്തു നിന്നും പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചകൾ കാണുന്നു. അല്പസമയത്തിനകം തന്നെ ഇനി ഏതായാലും വലിയ താമസം ഈ ആശുപത്രിയിലെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഉടൻ തന്നെ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോകും. ഒന്നാമത്തെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിനകത്തേക്ക് കയറ്റുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ അപകട വിവരമറിഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും പല ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും താലൂക്ക് ആശുപത്രിയിൽ നിന്നും മൃതദേഹങ്ങൾ ഒന്നൊന്നായി ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപകടത്തിൽ 4 പേരാണ് മരണപ്പെട്ടത്. പുത്തൻതുണ്ടിയിൽ മല്ലാശ്ശേരിയിൽ ഈപ്പൻ മത്തായി, മകൻ നിഖിൽ ഈപ്പൻ, പുത്തൻവിള കിഴക്കേതിൽ ബിജു പി ജോർജ്, മകൾ അനു എന്നിവരാണ് പുലർച്ചെയുണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്.